സ്വർണത്തിൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചരിത്രപരമായി ഈ സ്വർണത്തിൻ്റെ വില എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടി വരും. അത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ വില കുറയുമെന്നും സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുമെന്നുമുള്ള ഒരു അടിസ്ഥാന ചിത്രം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ട്. ഈ പ്രതിസന്ധി യഥാർത്ഥത്തിൽ 2025 ഏപ്രിൽ മാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിൽ ചുങ്കങ്ങളെല്ലാം വർദ്ധിപ്പിച്ച്, ടാരിഫ് വർദ്ധിപ്പിച്ച് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ലോക സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുപോയ അന്ന് മുതലാണ് ഈ പ്രതിസന്ധി ആരംഭിക്കുന്നത്. പിന്നെ കഴിഞ്ഞ മാസം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാനെ മര്യാദ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ ഈ ആക്രമണവും ആണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണം. അപ്പോൾ ഇതങ്ങനെ അധിക നാളൊന്നും നീണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ സ്വർണത്തിന് $4,400 എന്നുള്ളത് ഈ സാഹചര്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് അതിൽ നിന്ന് കുറയാൻ നല്ല സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പവന് ഏകദേശം എത്ര രൂപ വരെ പോകാനുള്ള സാധ്യത ഇപ്പം 90,000-നും അല്ലെ 1,00,000 താഴെയാണ്. അത് എന്തായാലും അതിൽ കുറയാൻ തന്നെയാണ് സാധ്യത. എത്രമാത്രം പോകുമെന്നുള്ളത് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നേരെ പകുതിയാകുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ ഒരു വളരെ രസകരമായ ഒരു ഉദാഹരണം പറയും. 1976 സ്വർണത്തിൻ്റെ വില $125 $125 ഒരു ട്രോയ് ഔൺസിന് വില. 1980 ആയപ്പോൾ ഏതാണ്ട് 4 ഇരട്ടി വർദ്ധിച്ച് $589 ആയി. അതിന് പ്രധാനപ്പെട്ട കാരണം 79 നടന്ന രണ്ട് പ്രധാനപ്പെട്ട ലോക സംഭവങ്ങളാണ്. ഒന്ന്, ഇറാനിയൻ വിപ്ലവം എന്ന് പറയുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ പിന്തുണയുണ്ടായിരുന്ന ഷാ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇറാനിൽ ഉണ്ടായ അയത്തുള്ള കൊമേനിയുടെ നേതൃത്വത്തിൽ വന്ന പുതിയ സർക്കാർ. അപ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. കാരണം ഇറാനിലുണ്ടായിരുന്ന എണ്ണ സംഭരണശാലകളായാലും എണ്ണ ശുദ്ധീകരണശാലകളായാലും ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള കമ്പനികളുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അതൊരു വലിയ മാറ്റമായി. 1979 തന്നെയാണ് സോവിയറ്റ് യൂണിയൻ അന്നത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് അവർ കടന്നു വരുന്നത്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ ലോകത്തൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോഴാണ് 125 രൂപ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ വില 1980 ആയപ്പോൾ 589 കുത്തനെ വർദ്ധിച്ചത്. പക്ഷേ അത് പിന്നീട് ഈ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട സ്ഥിതി വന്നപ്പോൾ 84 തന്നെ 1984 പകുതിയിലേക്ക് കുറഞ്ഞു. വീണ്ടും 328 എന്ന രീതിയിൽ അത് കുറഞ്ഞു. 2000 ആകുമ്പോൾ അത് പിന്നെയും കുറഞ്ഞ് $274 എന്ന നിലയിലേക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച്, വിശേഷിച്ച് സാമ്പത്തിക രംഗത്ത് മെച്ചപ്പെട്ട സാഹചര്യം രൂപം കൊള്ളുകയാണെങ്കിൽ, ഒരു സമാധാനപൂർണ്ണമായ അന്തരീക്ഷം സംജാതമാകുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ വില കുറയും. ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്. ഈ പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഇതാണ്. അങ്ങനെ വരുമ്പോൾ 1,00,000 നിന്നും ഇത് കുറയും.